ജയിൽ ചാടുന്നതിൽ ഗോവിന്ദചാമിക്ക് മറ്റ് സഹായങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് പോലീസ്. 4 സഹതടവുകാർക്ക് ജയിൽ ചാട്ടത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിശദമായ മൊഴി രേഖപ്പെടുത്താൻ തടവുകാരുടെ പട്ടിക പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അരുൺ, ഈ മറ്റാരുടെയും സഹായം അകത്ത് കിട്ടിയിട്ടില്ല എന്ന് ഇപ്പോൾ ഉറപ്പിക്കുകയാണോ അരുൺ? പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് ജയിലിനകത്തും പുറത്തും ഗോവിന്ദചാമിക്ക് ജയിൽ ചാട്ടത്തിനായി മറ്റ് സഹായങ്ങൾ കിട്ടിയിട്ടില്ല എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് മുഴുവൻ ഈ ജയിലിനകത്തുള്ള മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു. ഗോവിന്ദചാമി ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് എല്ലാം അതിൽ പതിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലെവിടെയും ഇയാൾക്ക് മറ്റെന്തെങ്കിലും സഹായം ലഭിച്ചതായിട്ടുള്ള സൂചനകൾ ഇല്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. മറ്റൊന്ന്, പുലർച്ചെ 1:10 ഇയാൾ സെല്ലിൽ നിന്ന് ഈ കമ്പി മുറിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം 3.5 മണിക്കൂറിന് ശേഷമാണ് അയാൾ ഈ ജയിൽ ചാടുന്നത്. അപ്പോൾ അത്രയും സമയമെടുത്തത്, അങ്ങനെ താമസിച്ചത് മറ്റ് സഹായങ്ങൾ അയാൾക്ക് ലഭിക്കാത്തത് കൊണ്ടാണ്. മറ്റ് സഹായങ്ങൾ ജയിലിനകത്ത് അയാൾക്കുണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ അയാൾക്ക് ജയിൽ ചാടാൻ സാധിക്കുമായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം ജയിലിന് പുറത്തും അയാൾക്ക് സഹായം ലഭിച്ചില്ല എന്ന് പോലീസ് പറയുന്നു. എങ്ങോട്ട് പോകണമെന്നതിനെ കുറിച്ച് പോലും അയാൾക്ക് ധാരണ ഉണ്ടായിരുന്നില്ല. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഘട്ടത്തിൽ വഴി തെറ്റുകയും ചെയ്തു. അങ്ങനെ ജയിലിന് പുറത്തും സഹായം ലഭിച്ചില്ല എന്ന ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എന്തായാലും എത്തുന്നത്. ഈ 4 സഹതടവുകാർക്ക് ഈ ജയിൽ ചാട്ടത്തെ പറ്റി പക്ഷെ അറിയാമായിരുന്നു എന്ന കാര്യം പോലീസ് പറയുന്നുണ്ട്. അതിൽ നേരത്തെ ഈ തേനി സുരേഷ് ഉൾപ്പെടെയുള്ള സഹതടവുകാർക്കാണ് ഇതിനെപ്പറ്റി അറിയാവുന്നത്. ആ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിശദമായ മൊഴി ഈ 4 പേരുടെ മാത്രമല്ല, ഇയാൾ അവിടെ ജയിലിൽ ഇടപഴകുന്ന മറ്റ് തടവുകാരുടെ കൂടി മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി തടവുകാരുടെ ഒരു പട്ടിക തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. ഇന്നലെ പ്രാഥമികമായി ചില ഉദ്യോഗസ്ഥരുടെ മൊഴി ജയിലെത്തി രേഖപ്പെടുത്തിയിരുന്നു. സസ്പെൻഷനിലായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ മൊഴി വിശദമായി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.